കോഴിക്കോട് ചാലിയത്ത് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ബോട്ടിൽ ഉണ്ടായിരുന്ന 17 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കൂടരഞ്ഞിയിൽ ഉറുമി ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നു. കൂടരഞ്ഞി പഞ്ചായത്തിലെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളം കയറി. വയനാട്ടിലേക്കുള്ള യാത്രക്കാരെ വഴിതിരിച്ചു വിടുകയാണ്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എന്തായാലും മഴക്കെടുതികൾക്കിടയിൽ ഉള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത്. എന്തായാലും ആ ഒരു ആശങ്ക നീങ്ങുന്നു. എന്നാൽ പോലും കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ യാത്രക്കാർക്കൊക്കെ എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് നൽകുന്നത്? അതുപോലെ തന്നെ നിലവിൽ അവിടെ ഇപ്പോഴും മഴ ഏതു രീതിയിലാണ് തുടരുന്നത്? കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്, ബെൻസൺ? സ്വാതി, കോഴിക്കോട് നഗരമേഖലയിൽ മഴയ്ക്കിപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകമായും താമരശ്ശേരി, കൂടരഞ്ഞി അടക്കമുള്ള പ്രദേശങ്ങളിലും വിലങ്ങാട്, നാദാപുരം, വിലങ്ങാട്, കുറ്റ്യാടി അടക്കമുള്ള പ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായതിനെ തുടർന്ന് ഒരുവിധം ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരുവിധം എല്ലാ പുഴകളും തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത്. ചെറു തോടുകളിലും അതിശക്തമായിട്ടുള്ള വെള്ളമുണ്ട്. വനപ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതിനാൽ തന്നെ പുഴകളിലൂടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുഴയുടെ കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതാത് പഞ്ചായത്തുകളും നൽകിയിട്ടുണ്ട്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലിയത്ത് നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടിന്റെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബോട്ട് കടലിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 17 തൊഴിലാളികളായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ബോട്ട് കടലിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് കുടുങ്ങുകയും കടലിൽ അതിശക്തമായിട്ടുള്ള തിരമാല ഉണ്ടാവുകയും ചെയ്തതോടെ ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട ബോട്ട് പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ കയറു കെട്ടി കടലിലേക്ക് ഇറങ്ങി നീന്തി രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ രക്ഷപ്പെടുകയുമായിരുന്നു. അങ്ങനെ 17 പേരെയും കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അതിൽ പരിക്ക് പറ്റിയ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നും അറിയാൻ സാധിക്കുന്നു. കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ഹോം സ്റ്റേകളും റിസോർട്ടുകളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ സാഹചര്യം ആ രീതിയിലാണ്. നിലവിൽ നഗരത്തിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം അവിടെ നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്.